എങ്ങനെയാ കണ്ടുപിടിച്ച? എവിടെയായിരുന്നു? എങ്ങനെയാ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന്? ഒക്കെ പറയാൻ വരട്ടെ. നന്ദ, വേണേ കുറച്ചേരം അകത്തു വന്ന് കിടക്ക്. വേണ്ട. ഞാൻ നന്ദന് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട ഗൗരി, ഒന്നും ഇറങ്ങില്ല. നെഞ്ചിന്റെ അകമൊക്കെ കലങ്ങിക്കിടക്ക. ആ ഇരുട്ടറെ തന്നെ എന്റെ അവസാനം. അങ്ങനെ ഞാൻ ഉറപ്പിച്ചതാ. നിങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് പോലും കരുതിയതല്ല. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല. നിങ്ങൾക്കെന്റെ മൃതദേഹമെങ്കിലും കാണാൻ പറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ നന്ദ ഇത്? മിണ്ടാതിരിക്കും. ഞാൻ മരിക്കുമെന്ന് ഉറപ്പായിരുന്നു ഗിരീഷേട്ടാ. എന്റെ ബോഡി അവരെവിടെയെങ്കിലും കുഴിച്ചു മൂടിയ എന്നെ ആയുഷ്കാലം മുഴുവൻ അന്വേഷിച്ച് നടക്കില്ലേ? എന്തായാലും എന്റെയും നിങ്ങളുടെയും ഭാഗ്യം. മുരളിക്കും ഗിരീഷേട്ടന് എന്നെ കണ്ടെത്താൻ പറ്റില്ലായിരുന്നെങ്കിൽ. നീ കുറച്ച് ചൂടുവെള്ളം എടുക്ക. മുരളി, നമുക്ക് നന്ദനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? വേണ്ട. ത്യാഗരാജന്റെ ആൾക്കാർ നമ്മളെ കണ്ട കുഴപ്പമാ. അവരെവിടെ എത്തും? ജാനകി ആന്റി വിളിച്ച് മെഡിസിൻ എന്തെങ്കിലും എടുക്കാം. എന്നാൽ നമുക്ക് ജാനകി മേഡത്തിന്റെ ഹോസ്പിറ്റലിലേക്ക് പോവാം. അല്ലാതെ എങ്ങനെ പേടിച്ചാലെങ്ങനെയാ? നീ വെള്ളം കുടിക്കും. വേണ്ട ഗിരീഷേട്ടാ, വെറുതെ കുഴപ്പമാണ്ട. ശരിയാ, ഇനിയിപ്പോ പുറത്തുനിന്ന് നന്ദൻ പോണ്ട. മുരളേട്ടാ, നമ്മുടെ അഷ്റഫ് ഡോക്ടറോടൊന്ന് പറഞ്ഞ ഡോക്ടർ വീട്ടിൽ വന്ന് നോക്കൂലേ? വിളിക്കാം. ഒന്നും വേണ്ട ഗൗരി. എന്താ? നീ അധികം സംസാരിക്കണ്ട. എനിക്കൊരു ഡോക്ടറെ കാണണ്ട. എത്ര സംസാരിക്കണമെന്ന് വിചാരിച്ചാലും എനിക്ക് നിങ്ങളെ കണ്ടപ്പോ സംസാരിക്കാൻ കൊതിയാവുക. അവരെന്നെ ശരിക്കും മർദ്ദിച്ചു. ശരീരം മൊത്തം വേദനയാ. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അച്ഛനെ ഒന്ന് കാണുന്നവരെ തോന്നിപ്പോയി. പക്ഷെ പിന്നെ വിചാരിച്ചു ഈ കോലത്തില് അച്ഛനെ കാണണ്ടെന്ന്. അച്ഛനത് താങ്ങാൻ പറ്റില്ല. ആദ്യം എനിക്ക് ദേവിയെ ഒന്ന് കാണണം. അമ്മേ രജനീച്ചേക്കൊന്ന് കാണണം. വാ ഗിരീഷേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ട വേണ്ട എന്താ, ഈ ഒരു അവസ്ഥയിൽ നിന്നെ അവർ കാണണ്ട. നീ പറഞ്ഞില്ലേ സിദ്ധാർത്ഥനങ്ങള് നിന്നെ ഇങ്ങനെ കാണണ്ടെന്ന്. ഒന്നാമത് നീ ത്യാഗരാജന്റെ പിടിയിലായെന്നോ അപകടത്തിലായെന്നോ ഒന്നും ആർക്കും അറിയില്ല. ഒന്നാമതേ സിദ്ധാർത്ഥൻ സാറിന്റെ അവസ്ഥയിൽ എല്ലാവരും തകർന്നിരിക്കുക. അതിനിടയിൽ നീയും കൂടെ എങ്ങനെയാണെന്നറിഞ്ഞ വേണ്ട. ശരിയാ, വേണ്ട. ഞാനും കൂടി അവർക്ക് വേദന കൊടുക്കണ്ട.
എടാ, ആദ്യം നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവ്. ഗൗരി, കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്ക്, ഇവനൊന്ന് കുളിക്കട്ടെ. എന്താ എന്തായാലും കുളിച്ച് ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് വീട്ടിലേക്ക് പോവാം. വാ. ഡ്രസ് ഓ, എന്റെ ഷർട്ടൊന്നും നീ ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ. നീ വന്നേ, എഴുന്നേറ്റ് വാ. വാ. പതുക്കെ. ഗിരീഷേട്ടനൊരു കട്ടൻ ചായ എടുക്കാൻ പറയാം. വാ.